തായ്ക്കാട്ടുകര മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ വയനാട് ദുരന്തഭൂമിയിലേക്ക് സമാഹരിച്ച അവശ്യവസ്തുക്കളുമായുള്ള വാഹനം പുറപ്പെട്ടു. ഒരാഴ്ചക്കാലമായി ജമാഅത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ എത്തിച്ചു നൽകിയ അവശ്യ സാധനങ്ങൾ 3 വാഹനങ്ങളിലായിട്ടാണ് വയനാട്ടിലേക്ക് യാത്ര തിരിച്ചത്. യാത്രയുടെ ഫ്ളാഗ് ഓഫ് ജമാഅത്ത് ചീഫ് ഇമാം അബ്ദുൽ സലാം മൗലവി ഓണംപിള്ളി നിർവഹിച്ചു. തായ്ക്കാട്ടുകര മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ചക്കാലമായി ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ നടത്തിവരുന്ന ദുരിതബാധിതർക്കൊരു കൈത്താങ്ങെന്ന അവശ്യ സാധന കളക്ഷൻ സെന്ററിൽ ജമാഅത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ എത്തിച്ചു നൽകിയ അവശ്യ സാധനങ്ങളുമായുള്ള വാഹനമാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിലേക്ക് യാത്ര തിരിച്ചത്. കേടാകാത്ത ഭക്ഷണ സാധനങ്ങൾ ഒഴികെ കഷ്ടത അനുഭവിക്കുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ തരത്തിലുള്ള സാധന സാമഗ്രികളാണ് ഒരാഴ്ചക്കാലമായി ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ചു വന്നത്. ഉറ്റവരെയും ഉടയവരെയും കൂടാതെ ഭൂമിയിലെ എല്ലാ സമ്പാദ്യങ്ങളും സ്വന്തം മണ്ണ് പോലും നഷ്ടപ്പെട്ട് ഒന്ന് പൊട്ടിക്കരയാൻ പോലും ത്രാണിയില്ലാത്ത സഹോദരങ്ങളെ പുനരധിവസിപ്പിക്കാൻ നടക്കുന്ന ശ്രമങ്ങളിൽ പങ്കാളികളാകാൻ മഹലിന് പദ്ധതിയുണ്ടെന്നും ജമാഅത്ത് പൊതുജന പങ്കാളിത്തത്തോടെ 1-2 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാനും ജമാഅത്ത് കമ്മിറ്റി ആലോചിക്കുന്നുണ്ടെന്നും ജമാഅത്ത് ഭാരവാഹികൾ അറിയിച്ചു. വാഹനങ്ങളുടെ യാത്രയക്കൽ ചടങ്ങ് ജമാഅത്ത് ചീഫ് ഇമാം അബ്ദുൽ സലാം മൗലവി ഓണംപിള്ളി നിർവഹിച്ചു. ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളും TMJ സന്നദ്ധ സേവന സംഘം പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ദുരന്തബാധിതർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യ വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഒരു യജ്ഞം നടക്കുകയും അൽഹംദുലില്ലാഹ് നമ്മുടെ മഹലിലുള്ളവരും പുറമഹലിലുള്ളവരും ആബാലവൃദ്ധം ജനങ്ങളും അതുമായി സഹകരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ആലുവ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ഇനി മുതൽ ലൈറ്റ് റേറ്റിലും ലൈറ്റ് വെയ്റ്റിലും ഡെയിലി ട്രെൻഡായി അണിഞ്ഞൊരുങ്ങാൻ ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം.